പ്രിയഞ്ചേട്ടാ, പ്രിയഞ്ചേട്ടനും പാറുവും എന്നും ഒരേ സമയത്താ കമ്മലിൽ വരിക. പാറുവിന്റെ ഹോസ്റ്റലിന് അടുത്തോടെയാ പ്രിയഞ്ചേട്ടൻ എന്നും വരിക. പിന്നെന്തിനാ ഇവളെ കൊണ്ട് ഇത്രയും ദൂരം സൈക്കിൾ ചവിട്ടിപ്പിക്കുന്നത്? പ്രിയഞ്ചേട്ടൻ വരുമ്പോ ഇവളെയും ബൈക്കിൽ കൊണ്ടുവന്നാ പോരെ? ഞാൻ റെഡിയാ. സമ്മതമാണോന്ന് പാറുവിനോട് ചോദിക്കും. പാറുവിന് സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല. സമ്മതക്കുറവൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രല്ല, പ്രിയഞ്ചേട്ടനെ കാണാൻ കഴിയാത്ത സങ്കടത്തിൽ ഇവിടെ കിടന്ന് കരഞ്ഞാളല്ലേ. പാറുവിന് സന്തോഷായിരിക്കും അല്ലേ പാറു? പാറു, എന്തു പറ്റി? കാലത്ത് തന്നെ നീ മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ല. ഇന്നലെ പ്രിയന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ നിന്റെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങളുടെ ആരുടെയും മുഖത്ത് പോലും നോക്കുന്നില്ല. എന്താ പാറു? ഒന്നുമില്ല ജയന്തി ചേച്ചി. പാറു, ഓണത്തിന് പോലും വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ സങ്കടമായിരിക്കും. കുറെ ആയില്ലേ പാറൂടെ വന്നിട്ട്? ഇതുവരെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. അച്ഛനെയും അമ്മയും ചേച്ചിയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും. പാറുവിന് വീട്ടിൽ പോണോ? ഞാൻ കൊണ്ടുപോവാം, എന്റെ ബൈക്കില്. ശനിയാഴ്ച വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് പുറപ്പെട്ടാ മതി. അർദ്ധരാത്രി ആവുമ്പോ പാറുവിന്റെ വീട്ടിലെത്തില്ലേ? അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ ഒരു ദിവസം ചെലവഴിച്ചിട്ട് തിങ്കളാഴ്ച വെളുപ്പിന് പുറപ്പെട്ട ഉച്ചയോടെ ഇവിടെ എത്താം. ഹാഫ് ഡേ ലീവ് എടുത്താൽ മതി. കരുനാഗത്തോട് ലീവ് ചോദിക്കണ്ട, കൈലാഷ് സാറിനോട് ലീവ് ചോദിച്ചാൽ മതി. ശനിയാഴ്ച പോണോ? കല്ല് കിട്ടി എന്റെ പരിക്ക് ശരിക്കും മാറിയിട്ടില്ല. അപ്പോഴാ അത്രയും ദൂരം ബൈക്ക് ഓടിക്കുന്നത്. എനിക്കതൊന്നൊരു പ്രശ്നമില്ലെന്ന് നിനക്കറിയാലോ. ശനിയാഴ്ച വൈകുന്നേരം പോയാലോ പാറു? അവളെന്താ ഒന്നും പറയാതെ പോയത്? അതാ ഞാനും ആലോചിക്കുന്നത്. അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പ്രിയ, നീ പോയി ചോദിക്കേ. നീ ചോദിച്ചാലേ അവള് സത്യം പറയൂ. പാറു, പാറു, നിക്കാനാ പറഞ്ഞത്. സോറി. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചതിന് മറുപടിയും പറയുന്നില്ല. ഇന്നലെ ഞാൻ അയച്ച മെസ്സേജിന് ഇതുവരെ റിപ്ലൈയും തന്നിട്ടില്ല. എന്താ പാറു? പാറു, എന്താടാ? ജയന്തി പറഞ്ഞ ശരിയാ. അവക്കെന്തോ പ്രശ്നമുണ്ട്.